ഹായ് ഹലോ എവരി വൺ, എല്ലാവർക്കും മാഷിൻ ടീച്ചറിൻ്റെ മറ്റൊരു പുതിയ ഓൺലൈൻ ക്ലാസ്സിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 2ാം ക്ലാസ്സിലെ കൊച്ചു കൂട്ടുകാരുടെ മലയാളം എന്ന സബ്ജക്റ്റാണ് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ നമ്മൾ മലയാളത്തിൽ നമ്മുടെ സിംഹരാജിൻ്റെയും മാൻ കുഞ്ഞിൻ്റെയും കഥയല്ലേ ഇരുന്നോ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് ഇന്ന് ആ ഒരു പാഠഭാഗത്തിൻ്റെ ബാക്കി കാര്യങ്ങൾ കൂടി ഡിസ്കസ് ചെയ്യാം. അതിലിനി കൂട്ടുകാർക്ക് ചെയ്യാനായിട്ടുള്ളത് വിരൽ ചിത്രങ്ങൾ തയ്യാറാക്കുക എന്നുള്ള പ്രവർത്തനമാണ് കേട്ടോ. കൂട്ടുകാർക്ക് അവിടെ ചിത്രത്തിൽ ഒരുപാട് ഭംഗിയുള്ള ചിത്രങ്ങൾ കാണാം അല്ലേ. ഒരു പട്ടിക്കുഞ്ഞുണ്ട്, പിന്നെയോ മക്കളെ ജിറാഫിൻ്റെതും അതുപോലെ തന്നെ മീന്, പിന്നെ അതുപോലെ തേനീച്ച എന്നിങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ജീവികളുടെ ചിത്രങ്ങൾ കൂട്ടുകാർക്ക് അവിടെ കാണാനായിട്ട് കഴിയും ഇല്ലേ മക്കളെ. മക്കൾ എന്ത് ചെയ്യണം, ഇതുപോലെ നിങ്ങൾ വിരൽ പതിപ്പിച്ചുകൊണ്ട് ചിത്രങ്ങൾ ഉണ്ടാക്കണം. ജീവികളുടെയോ അല്ലെങ്കിൽ പൂക്കളുടെയോ മറ്റെന്തിൻ്റെയും മക്കൾക്ക് ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ഇവിടെ നോക്കിക്കേ, കൂട്ടുകാർക്ക് എങ്ങനെയാണ് ഈ ഒരു വിരൽ ചിത്രം തയ്യാറാക്കാനായിട്ട് കഴിയുക. നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ വീട്ടിൽ കളറ്, നമുക്ക് ഇതിന് ഫാബ്രിക് കളർ ഉണ്ടെങ്കിൽ കൂടുതൽ നന്നായിരിക്കും കേട്ടോ. ഇനി അതല്ല മക്കൾക്ക് വാട്ടർ കളറോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ കുറച്ച് തിക്കായിട്ട് എന്ത് ചെയ്യുക, അത് കലക്കിയിട്ട് മക്കൾ നിങ്ങളുടെ നിങ്ങളുടെ ഒരു കൈയുടെ വിരൽ എന്ത് ചെയ്യുക, അതിൽ പതിപ്പിക്കുക. എന്നിട്ട് അത് എന്ത് ചെയ്യുക, പുസ്തകത്തിൽ വെച്ചിട്ട് അതിൽ നിന്ന് എന്ത് ചെയ്യുക, ഇതുപോലെ ജീവികളുടെയോ അല്ലെങ്കിൽ പൂക്കളുടെയോ ഒക്കെ ചിത്രങ്ങളാക്കി മാറ്റുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ മക്കളെ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ്. അപ്പോൾ മക്കൾ ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾ സ്കൂളിലേക്കൊക്കെ ഇത് ചെയ്യുന്ന സമയത്ത് മിസ്സിനോട് എന്ത് ചെയ്യണം, ഫോട്ടോ എടുത്തിട്ട് അയച്ചു തരണം കേട്ടോ. അപ്പോൾ ഇവിടെ ചിത്രത്തിൽ കാണുന്ന പോലുള്ള രൂപങ്ങളൊക്കെ മക്കൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കണേ. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് അടുത്തൊരു ഭാഗത്തോട്ട് പോയാലോ. നോക്കിക്കേ, കാട്ടിലൊരു ഉത്സവമേളം. എന്താണ് മക്കളെ, കാട്ടിലൊരു ഉത്സവമേളം. നോക്കിക്കേ, അവിടെ കൂട്ടുകാർക്ക് ചിത്രത്തിൽ കാട്ടിലുള്ള മറ്റൊരുപാട് കൂട്ടുകാരെ കാണാം. ആരൊക്കെയാണ് മക്കളെ ഉള്ളത്? പരുന്ത്, ആനയുണ്ട്, മുയലുണ്ട്, മാൻകുഞ്ഞുണ്ട് എന്നിങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് കൂട്ടുകാരുണ്ട് അല്ലേ. അപ്പം നോക്കിക്കേ മക്കളെ, മന്ദാരക്കാട്ടിൽ ഉത്സവമാണ് കേട്ടോ. അപ്പോൾ ആ ഉത്സവത്തിന് വേണ്ടിയിട്ട് ഒത്തുകൂടിയിട്ടുള്ള കൂട്ടുകാരൊക്കെയാണ് നിങ്ങൾക്ക് അവിടെ ചിത്രത്തിൽ കാണാനായിട്ട് കഴിയുന്നത്. നോക്കിക്കേ മക്കളെ, മന്ദാരക്കാട്ടിൽ ഉത്സവമാണ്. കാട്ടിലെ ജീവികളെല്ലാം ഉത്സവത്തിന് ഒത്തുകൂടി. ഒപ്പം നാട്ടിൽ നിന്നും അയൽക്കാടുകളിൽ നിന്നും പക്ഷികളും മൃഗങ്ങളും മറ്റു ജീവികളും വിരുന്നെത്തി. ഓക്കെ മക്കളെ, എന്താണ് പറഞ്ഞിട്ടുള്ളത്? നമ്മുടെ മന്ദാരക്കാട്ടിൽ ഉത്സവമാണ് അല്ലേ. മന്ദാരക്കാട്ടിൽ എന്താണ്, ഉത്സവമാണ്. അപ്പോൾ ആ ഉത്സവത്തിന് എന്ത് ചെയ്തു, കാട്ടിലെ എല്ലാ ജീവികളും ഒത്തുകൂടിയിട്ടുണ്ട് അല്ലേ. അതുപോലെ തന്നെ നാട്ടിൽ നിന്നും അയൽക്കാടുകളിൽ നിന്നും പക്ഷികളും മൃഗങ്ങളും തുടങ്ങിയിട്ട് മറ്റെല്ലാ ജീവികളും എവിടെ എത്തിയിട്ടുണ്ട് മക്കളെ? മന്ദാരക്കാട്ടിലെ ഉത്സവം കൂടാനായിട്ട് എത്തിയിട്ടുണ്ട്. ആ കൂട്ടുകാരെയൊക്കെയാണ് നമുക്ക് എവിടെ കാണാനായിട്ട് കഴിയുന്നത്? ആ ഒരു ചിത്രത്തിൽ കാണാനായിട്ട് കഴിയുന്നത്. ഓക്കെ മക്കളെ, നമ്മുടെ മാൻകുഞ്ഞിനെ കൂട്ടുകാർക്ക് അവിടെ കാണുന്നുണ്ടല്ലോ. ഓക്കെ, ഇനി നമുക്ക് പാഠഭാഗത്തോട്ട് പോവാലേ. നോക്കിക്കേ മക്കളെ, കൊട്ടും കൂരവയും കേട്ടുവല്ലോ, ആട്ടവും പാട്ടുമാണിന്നു കാട്ടിൽ, ചില്ലതൻ തുഞ്ചത്തു തൂങ്ങിയാടി, കുഞ്ഞൻ കൂരങ്ങനും യാത്ര പോയി, കുമ്പയും തുമ്പിയും കൊമ്പുമായി, ചിഹ്നം വിളിച്ചു കൊണ്ടാന പോയി, ചാടിക്കുതിച്ചു പോയി ചെമ്പൻ മുയൽ, പാറിപ്പറന്നു പരുന്തും പോയി, ചേരയും അണലിയും ഇഴഞ്ഞുപോയി, കാട്ടേലി മണ്ണും തുരന്നുപോയി, പുള്ളിമാൻ തുള്ളിത്തെറിച്ചുപോയി, പുള്ളിപ്പുലികൾ പതുങ്ങി നീങ്ങി, കാട്ടിലിന്നാട്ടവും പാട്ടുമുണ്ടേ, കൂട്ടരെ നമ്മളും പോകയല്ലേ. എന്താണ് മക്കളെ പറഞ്ഞിട്ടുള്ളത്? ഒരിക്കൽ കൂടി നോക്കിക്കേ. നമ്മുടെ മന്ദാരക്കാട്ടിൽ ഉത്സവമാണല്ലേ. അപ്പം മന്ദാരക്കാട്ടിൽ ഉത്സവമായ സമയത്ത് എന്തൊക്കെയാണ് അവിടെ നിന്ന് കേൾക്കുന്നത്? കൊട്ടും കുരവയും ഒക്കെ എവിടെ നിന്ന് കേൾക്കുന്നുണ്ട്? മന്ദാരക്കാട്ടിൽ നിന്ന് കേൾക്കുന്നുണ്ട് അല്ലേ. അതുപോലെ തന്നെ അവിടെ ഉത്സവമായതുകൊണ്ട് തന്നെ ആട്ടവും പാട്ടും ഒക്കെ എവിടെയുണ്ട് മക്കളെ? കാട്ടിലുണ്ട് അല്ലേ. അപ്പം ഉത്സവം കാണാനായിട്ട് ഒരുപാട് കാട്ടിലെ കൂട്ടുകാർ പോയിട്ടുണ്ട്. അപ്പോൾ അവർ ഓരോരുത്തരും എങ്ങനെയൊക്കെയാണ് പോയത് എന്നാണ് നമുക്ക് അവിടെ തന്നിട്ടുള്ളത് കേട്ടോ. പാട്ടിൽ നോക്കിക്കേ, എങ്ങനെയാണ് കുരങ്ങൻ പോയിട്ടുള്ളത്? ചില്ലതൻ തുഞ്ചത്ത് തൂങ്ങിയാടി, കുഞ്ഞൻ കുരങ്ങനും യാത്ര പോയി. നമ്മുടെ കുഞ്ഞൻ കുരങ്ങൻ ഇങ്ങനെയാണ് പോയിട്ടുള്ളത്. ഓരോ ചില്ലയുടെ തുഞ്ചത്തും തൂങ്ങിയാടി തൂങ്ങിയാടി ചാടിച്ചാടിയാണ് ആര് പോയിട്ടുള്ളത്? നമ്മുടെ കുഞ്ഞൻ കുരങ്ങൻ കാട്ടിലുത്സവം കാണാൻ പോയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ കൊമ്പനാന എങ്ങനെയാണ് പോയത്? അവൻ്റെ കുമ്പയും തുമ്പിക്കൈയും കൊമ്പും ഒക്കെ ആയിട്ട് ചിഹ്നം വിളിച്ചുകൊണ്ടാണ് ആനക്കുട്ടൻ എന്ത് ചെയ്തിട്ടുള്ളത്?
പോയിട്ടുള്ളത് അല്ലേ. ഇനി അടുത്തത് നമ്മുടെ ചെമ്പൻ മുയലാണ്. അവൻ എങ്ങനെയാണ് പോയിട്ടുള്ളത്? ചാടി കുതിച്ചു പോയി ചെമ്പൻ മുയൽ. എങ്ങനെയാണ്? ചാടിക്കുതിച്ചില്ലേ, ചാടിച്ചാടിയിട്ടാണ് ആര് പോയിട്ടുള്ളത്? നമ്മുടെ ചെമ്പൻ മുയൽ പോയിട്ടുള്ളത്. അതുപോലെ തന്നെ പാറിപ്പറന്നു പരുന്തും പോയില്ലേ. പരുന്ത് എങ്ങനെയാണ് പോയിട്ടുള്ളത്? പാറിപ്പറന്നാണ് പോയിട്ടുള്ളത്. പിന്നെ നമ്മുടെ അണലിയും അതുപോലെ തന്നെ ചേരയൊക്കെ എങ്ങനെയാണ് പോയിട്ടുള്ളത്? ഇഴഞ്ഞു പോയില്ലേ. അവരെങ്ങനെയാണ് നമ്മുടെ മന്ദാരക്കാട്ടിൽ ഉത്സവം കാണാനായിട്ട് പോയിട്ടുള്ളത് മക്കളെ? ഇഴഞ്ഞിഴഞ്ഞാണ് പോയിട്ടുള്ളത് അല്ലേ. ഇനി നമ്മുടെ കാട്ടലി എങ്ങനെയാണ് പോയിട്ടുള്ളത്? കാട്ടലി മണ്ണും തുരന്നാണ് നമ്മുടെ ഉത്സവം കാണാനായിട്ട് പോയിട്ടുള്ളത്. അടുത്തത് നമ്മുടെ പുള്ളിമാനാണുള്ളത്. പുള്ളിമാൻ എങ്ങനെയാണ് പോയിട്ടുള്ളത് മക്കളെ? പുള്ളിമാൻ എങ്ങനെയാണ് പോയിട്ടുള്ളത്? തുള്ളിത്തെറിച്ച് പോയില്ലേ. തുള്ളിച്ചാടിയാണ് പുള്ളിമാൻ പോയിട്ടുള്ളത്. പുള്ളിപ്പുലികൾ എങ്ങനെയാണ് പോയിട്ടത് മക്കളെ? പതുങ്ങി നീങ്ങി എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. പതുങ്ങിയാണ് ആര് പോയിട്ടുള്ളത്? പുള്ളിപ്പുലികൾ പോയിട്ടുള്ളത്. പിന്നെ നോക്കി, കാട്ടിലിൻ നാട്ടവും പാട്ടുമുണ്ടേ കൂട്ടരെ നമ്മളും പോകുകയല്ലേ. ഓക്കെ മക്കളെ, അപ്പം കൂട്ടുകാരെല്ലാവരും കൂടി എവിടേക്കാണ് പോയിട്ടുള്ളത്? മന്ദാരക്കാട്ടിലെ ഉത്സവം കാണാനാണ് പോയിട്ടുള്ളത് അല്ലേ. എവിടെയൊക്കെയുള്ള കൂട്ടുകാരാണ്? കാട്ടിലുള്ള ജീവികളും അതുപോലെ തന്നെ നാട്ടിൽ നിന്നും കാടുകളിൽ നിന്നൊക്കെ വന്നിട്ടുള്ള പക്ഷികളും മൃഗങ്ങളും എല്ലാവരും പോയിട്ടുണ്ട് അല്ലേ. ഓക്കെ മക്കളെ, പാട്ട് ഇഷ്ടപ്പെട്ടോ? എല്ലാ കൂട്ടുകാരും എന്ത് ചെയ്യണം? നന്നായിട്ട് ആ ഭാഗം ഒരിക്കൽ കൂടി വായിച്ചു നോക്കണം. എന്നിട്ട് മിസ്സിന് ഈ ഒരു പാട്ട് വായിച്ചിട്ട് മക്കൾ വോയിസ് കൂടി അയച്ചിരണം. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് അടുത്ത ഭാഗത്തോട്ട് പോവാം. എല്ലാ മക്കളും റെഡിയാണല്ലോ. നോക്കിക്കേ, അഭിനയിക്കാം എന്നുള്ള ഭാഗമാണ് കേട്ടോ. എവിടെയാണ് മക്കളെ? അഭിനയിക്കാം എന്നുള്ള ഭാഗമാണ് ഇനിയുള്ളത്. നോക്കിക്കേ മക്കളെ, ഉത്സവ മേളത്തിനെത്തിയ ജീവികൾ എങ്ങനെയാവാൻ വന്നത്? അഭിനയിക്കാം. അപ്പം നോക്കിക്കേ മക്കളെ, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഉത്സവത്തിന് ആരൊക്കെയാണ് വന്നിട്ടുള്ളത്? പുള്ളിപ്പുലികളുണ്ട്, നമ്മുടെ കുരങ്ങച്ചനുണ്ട്, അതുപോലെ തന്നെ പുള്ളിമാനുണ്ട്, പുള്ളിപ്പുലികളുണ്ട് അല്ലേ. അങ്ങനെ എല്ലാവരും കാട്ടിൽ ഒരുപാട് കൂട്ടുകാർ ഇവിടെ പോയിട്ടുണ്ട്, ഉത്സവത്തിന് പോയിട്ടുണ്ട് അല്ലേ. അവർ ഓരോരുത്തരും എങ്ങനെയാണ് മക്കളെ വന്നിട്ടുള്ളത്? പുള്ളിമാൻ എങ്ങനെയാണ് വന്നത്? തുള്ളിത്തെറിച്ചാണ് വന്നത്. അത് മക്കൾ അഭിനയിച്ച് കാണിക്കണം. അതുപോലെ തന്നെ നമ്മുടെ അണലിയും ചേരയൊക്കെ എങ്ങനെയാണ് വന്നിട്ടുള്ളത്? ഇഴഞ്ഞിഴഞ്ഞാണ് വന്നിട്ടുള്ളത്. നമ്മുടെ ചെമ്പൻ മുയൽ എങ്ങനെയായിരുന്നു വന്നത്? ചാടിച്ചാടിയാണ് വന്നിട്ടുള്ളത്. കുരങ്ങനോ മക്കളെ? മരത്തിൻ്റെ തുഞ്ചത്ത് നിന്ന് ആടിയാണ് വന്നിട്ടുള്ളത് അല്ലേ. അങ്ങനെ ഓരോരുത്തരും ഓരോരോ രീതിയിലാണ് നമ്മുടെ ഉത്സവമേളത്തിന് എത്തിയതില്ലേ. അപ്പോൾ ഓരോരോ ജീവികളും എങ്ങനെയൊക്കെയാണ് വന്നത് എന്നുള്ളത് മക്കൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ക്ലാസ്സിലെ മറ്റു കൂട്ടുകാരുമൊക്കെ ഒത്തിട്ട് ചേർന്ന് അഭിനയിക്കണം. ഇനി കൂട്ടുകാരെ വീട്ടിൽ നിന്ന് അഭിനയിക്കാൻ പറ്റുകയാണെങ്കിൽ അഭിനയിച്ചിട്ട് മിസ്സിനത് എന്ത് ചെയ്യുക? വീഡിയോ എടുത്തിട്ട് അയച്ചു തരാനും മറക്കരുതേ. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പം മക്കളെല്ലാവരും ആക്ട് ചെയ്ത് കാണിക്കുമല്ലോ. ഇനി നമുക്ക് അവിടെ നിർമ്മിക്കാം എന്നുള്ളൊരു പ്രവർത്തനമാണ്. പേപ്പർ ഉപയോഗിച്ച് മൃഗങ്ങളുടെ രൂപം ഉണ്ടാക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം മക്കളെ പേപ്പർ ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ പപ്പിയൊക്കെ ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു മക്കളെ? പപ്പിയൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് പേപ്പർ ഉപയോഗിച്ചിട്ട് അറിയാം അല്ലേ. അപ്പം അതുപോലെ മക്കൾക്ക് പേപ്പർ ഉപയോഗിച്ച് ഉണ്ടാക്കാൻ കഴിയുന്ന മൃഗങ്ങളുടെ രൂപം ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം മിസ് എന്ത് ചെയ്യാം? അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. മക്കൾ അത് നോക്കിയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ മക്കളെ, ഇനി നമുക്ക് വായിക്കാനായിട്ട് ചെറിയൊരു ഭാഗമാണ് അവിടെ തന്നിട്ടുള്ളത്. നോക്കിക്കേ മക്കളെ, എന്താണ്? കുഞ്ഞിയുടെ കരച്ചിൽ. എന്താണ്? കുഞ്ഞിയുടെ കരച്ചിൽ. നമുക്ക് വായിക്കാം. നോക്കിക്കേ മക്കളെ, മ്യാവ് മ്യാവ്. കുഞ്ഞിപ്പൂച്ചയുടെ കരച്ചിലല്ലേ കേൾക്കുന്നത്? അവൾ എന്തിനാവും കരയുന്നത്? അമ്മയോട് ചോദിക്കാം. എനിക്കറിയില്ല, അമ്മ പറഞ്ഞു. എന്നാൽ അച്ഛനോട് ചോദിക്കാം. അച്ഛാ എന്തിനാണ് കുഞ്ഞ് കരയുന്നത്? ജോലിക്കിടയിൽ അച്ഛൻ പറഞ്ഞു. എനിക്കറിയില്ല. ഓക്കെ മക്കളെ, എന്താണ് ഇവിടെ നമ്മൾ വായിച്ചത്? നമ്മുടെ കുഞ്ഞിപ്പൂച്ച കരയാണല്ലേ. അപ്പം നമ്മുടെ കുഞ്ഞിപ്പൂച്ച കരയുന്നത് കേട്ടിട്ട് നമ്മുടെ കുട്ടി എന്ത് ചെയ്യാണ്? അവൾ എന്തിനാ കരയുന്നതെന്ന് അറിയാനായിട്ട് ആദ്യം അമ്മയോട് പോയി ചോദിക്കുകയാണല്ലേ. അപ്പം അവൾ എന്ത് ചെയ്തു? അമ്മയോട് ചോദിച്ചു. എന്താ ചോദിച്ചത്? കുഞ്ഞിപ്പൂച്ചയുടെ കരച്ചിലല്ലേ കേൾക്കുന്നത്, എന്തിനാണ് അവൾ കരയുന്നത് എന്ന് അമ്മയോട് ചോദിച്ചു അല്ലേ. അപ്പം അമ്മ എന്തു പറഞ്ഞു? എനിക്കറിയില്ല. അമ്മ എന്താണ് പറഞ്ഞത്? എനിക്കറിയില്ല എന്ന് പറഞ്ഞു അല്ലേ. ഓക്കെ, പിന്നീട് അവൾ ആരെടുത്ത് പോയി മക്കളെ? അച്ഛൻ്റെ അടുത്ത് പോയില്ലേ. അച്ഛനോട് ചോദിക്കുകയാണ്, അച്ഛാ എന്തിനാണ് കുഞ്ഞ് കരയുന്നത് എന്ന്. അപ്പോൾ ഓരോ ജോലിക്കിടയിൽ അച്ഛൻ എന്ത് പറഞ്ഞു? എനിക്കറിയില്ല എന്ന് പറഞ്ഞു. ഓക്കെ, പിന്നീട് അവൾ ആരെടുത്താക്കിയാ പോയത് മക്കളെ? അവൾ ആലോചിക്കുകയാണ്, ഇനി ആരോട് ചോദിക്കും? ചേട്ടനോട് ചോദിച്ചാലോ?
ആ എന്താണ് അവൾ ആലോചിച്ചത്? ഇനിയിപ്പോൾ ആരോടാ ചോദിക്കുക? ചേട്ടനോട് ചോദിച്ചാലോ എന്നോർത്തിട്ട് അവൾ എന്ത് ചെയ്തു? ചേട്ടൻ്റെ അടുത്ത് പോയി. എന്നിട്ട് ചേട്ടനോട് ചോദിക്കുകയാണ്, കുഞ്ഞിപ്പൂച്ച എന്തിനാ ചേട്ടാ കരയുന്നത്? ചേട്ടൻ ദേഷ്യത്തോടെ കണ്ണുരുട്ടി. ഇനി എന്തു ചെയ്യും? കുഞ്ഞിയോട് തന്നെ ചോദിക്കാം. ആ ചേട്ടനോട് ചോദിച്ച സമയത്ത് എന്താണ് മക്കളെ സംഭവിച്ചത്? ചേട്ടൻ ദേഷ്യത്തോടുകൂടി കണ്ണുരുട്ടുകയാണ് ചെയ്തതില്ലേ? എന്താണ് കാര്യമെന്നൊന്നും പറഞ്ഞു കൊടുത്തില്ല. അപ്പം അവൾ ആലോചിക്കുകയാണ്, ഇനിയിപ്പോൾ എന്താണ് ചെയ്യുക? അവസാനം അവൾ എന്ത് തീരുമാനിച്ചു? ആ കുഞ്ഞിയോട് തന്നെ ചോദിക്കാനായിട്ട് തീരുമാനിച്ചു അല്ലേ? പിന്നാമ്പുറത്തെ വിറകുകെട്ടുകൾക്കിടയിലാണ് അവൾ. കുഞ്ഞി, എന്തിനാ നീ കരയുന്നത്? വിശന്നിട്ടാണോ? മിയാവ്, അവൾ തലയാട്ടി. നോക്കിക്കേ മക്കളെ, ഇതാണ് നമ്മുടെ കുഞ്ഞി കേട്ടോ. കുഞ്ഞി എങ്ങനെയാണ് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? ആ മിയാവ് മിയാവ് എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ? കുഞ്ഞി കരയുന്നത് എന്തിനാണെന്ന് അവളോട് തന്നെയായിരുന്നു ആദ്യം ചോദിക്കേണ്ടിയിരുന്നത്. അവസാനം എന്താണ് മക്കളെ അവൾ ചിന്തിക്കുന്നത്? കുഞ്ഞ് എന്തിനാ കരയുന്നത് എന്നുള്ള കാര്യം അവളോട് തന്നെയായിരുന്നു ആദ്യം ചോദിക്കേണ്ടത് എന്നുള്ളത് കുട്ടി പിന്നീടാണ് മനസ്സിലാക്കിയതില്ലേ? അവൾ എന്താണ് ചെയ്തത്? ആദ്യം അമ്മയോട് പോയി ചോദിച്ചു. അമ്മ ഒന്നും പറഞ്ഞില്ല അല്ലേ? അച്ഛനോട് ചോദിച്ചപ്പോൾ അച്ഛൻ എന്താണ് പറഞ്ഞത്? എനിക്കറിയില്ല എന്ന് മാത്രമാണ് പറഞ്ഞത്. ചേട്ടനോട് ചോദിച്ചപ്പോൾ ആണെങ്കിൽ ചേട്ടൻ എന്ത് ചെയ്തു? ദേഷ്യം പിടിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അല്ലേ? അവസാനമാണ് അവൾ എന്ത് ചെയ്തത്? കുഞ്ഞിയോട് പോയി ചോദിച്ചത്, നീ എന്തിനാ കരയുന്നത് എന്ന് പോയി ചോദിച്ചിട്ടുള്ളത് അല്ലേ? അപ്പം കുഞ്ഞി എന്ത് പറഞ്ഞു? വിശന്നിട്ടാണ് എന്നുള്ള കാര്യം പറഞ്ഞു അല്ലേ? അപ്പോൾ ഇത് മക്കൾക്ക് ജസ്റ്റ് വായിക്കാനായിട്ട് തന്നിട്ടുള്ളൊരു ഭാഗമാണ്. മക്കൾ എന്ത് ചെയ്യുക? നന്നായിട്ട് വായിച്ചു നോക്കുക കേട്ടോ. ഓക്കെ മക്കളെ, നിങ്ങൾ വായിക്കുന്നൊരു ഭാഗം എന്ത് ചെയ്യണം? മിസ്സിന് വോയിസ് റെക്കോർഡായിട്ട് അയച്ചു തരികയും വേണം. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ? നമുക്ക് അടുത്തൊരു ഭാഗത്തോട്ട് പോകാം. ഇനി നമ്മൾ നമ്മുടെ വർക്ക് ബുക്കിൽ സിംഹരാജനും മാൻകുഞ്ഞും എന്നതിൽ പ്രവർത്തനം 10.1 ചെയ്യുന്നത് കേട്ടോ. എന്താണ് മക്കളെ? ചോദ്യങ്ങൾ കണ്ടെത്താം. നോക്കിക്കേ മക്കളെ, ഒന്നാമത്തെ പ്രവർത്തനം, സിംഹരാജനും മാൻകുഞ്ഞും കഥ വായിച്ചല്ലോ. കഥയിൽ നിന്നും നിങ്ങൾ കണ്ടെത്തിയ ചോദ്യങ്ങൾ താഴെ എഴുതാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? സിംഹരാജനും മാൻകുഞ്ഞും എന്ന കഥയിൽ നിന്നുള്ള ചോദ്യങ്ങൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. മിസ് ഒന്നുകൂടി ജസ്റ്റ് ഇവിടെ കൊടുക്കാട്ടോ. മക്കൾ നോക്കിക്കേ മക്കളെ, നമുക്ക് എന്തെല്ലാം ചോദ്യങ്ങൾ അവിടെ ഉൾപ്പെടുത്താം നോക്കിക്കേ. നോക്കൂ, നമുക്ക് ആദ്യം എന്ത് പറയാം മക്കളെ? സിംഹത്തിൻ്റെ എന്ത് സൂത്രമാണ് കുറുക്കന് പിടികിട്ടിയത്? അത് നമുക്കൊന്ന് പറഞ്ഞൂടെ മക്കളെ? സിംഹത്തിൻ്റെ എന്ത് സൂത്രമാണ് കുറുക്കന് പിടികിട്ടിയത്? അത് നമുക്ക് ചോദിക്കാം അല്ലേ? പിന്നെ അതുപോലെ തന്നെ കുറുക്കൻ സിംഹത്തെ പിന്തുണച്ച് പറഞ്ഞത് എന്താണ് അല്ലേ? നമ്മുടെ കുറുക്കൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? നമ്മുടെ സിംഹത്തെ പിന്തുണച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ, അപ്പോൾ എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്? പിന്നെ അതുപോലെ തന്നെ അടുത്ത ചോദ്യം, നായാട്ടിനിറങ്ങിയ സിംഹത്തിൻ്റെയും കൂട്ടരുടെയും കണ്ണിൽ ആദ്യം പെട്ടത് ആരായിരുന്നു മക്കളെ? മക്കൾക്ക് അറിയാലോ. ഓക്കെ, ഇത് നെക്സ്റ്റ് നോക്കിക്കേ. മാൻകുഞ്ഞിനെ കണ്ട പുലി എന്താണ് ചെയ്തത്? കുഞ്ഞിനെ കണ്ട പുലി എന്താണ് ചെയ്തത്? അടുത്തത്, വേട്ടക്കാർ കൂട്ടത്തോടെ പൊട്ടിച്ചിരിക്കാൻ കാരണമെന്ത്? എന്താണ് മക്കളെ? വേട്ടക്കാർ കൂട്ടത്തോടെ പൊട്ടിച്ചിരിക്കാൻ കാരണമെന്ത്? പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, നീ ഞങ്ങളുടെ ഇരയാണ്, ഞങ്ങൾക്ക് വിശന്നത് കൊണ്ടല്ലേ നിന്നെ പിടിച്ചത്, ഇങ്ങനെ പറഞ്ഞത് ആരായിരുന്നു മക്കളെ? കൂട്ടുകാർക്ക് ഓർമ്മയുണ്ടല്ലോ? മിസ് ഈ ഓരോ ക്വസ്റ്റ്യൻ പറയുന്ന സമയത്ത് മക്കൾ അതിൻ്റെ ആൻസർ കൂടി പറയാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക കേട്ടോ. അടുത്ത ചോദ്യം നോക്കിക്കേ മക്കളെ, ഇതിന് തിന്നാൻ വല്ലതും കൊണ്ടുവരൂ എന്ന് സിംഹരാജൻ കൽപ്പിക്കാൻ കാരണമെന്ത്? ഇതിന് തിന്നാൻ വല്ലതും കൊണ്ടുവരൂ എന്ന് നമ്മുടെ സിംഹരാജൻ പറഞ്ഞിട്ടില്ലായിരുന്നു മക്കളെ? എന്തുകൊണ്ടായിരുന്നു അദ്ദേഹം അങ്ങനെ പറഞ്ഞത്? മക്കളെ ആൻസർ പറഞ്ഞു നോക്കിക്കേ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. മാൻകുഞ്ഞ് കരഞ്ഞത് എന്തിനായിരുന്നു മക്കളെ മാൻകുഞ്ഞ് കരഞ്ഞിട്ടുള്ളത്? എന്തിനായിരുന്നു? ആൻസർ പറഞ്ഞേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. കടുവയും ചെന്നായയും മാൻകുഞ്ഞിന് തിന്നാൻ എന്താണ് കൊണ്ടുവന്നു നൽകിയത്? കടുവയും ചെന്നായയും മാൻകുഞ്ഞിന് തിന്നാനായിട്ട് എന്താണ് കൊണ്ടുവന്നു നൽകിയത് എന്നാണ് കേട്ടോ. എന്തായിരുന്നു മക്കളെ? ഓർക്കുന്നുണ്ടല്ലോ? അടുത്ത ചോദ്യം നോക്കിക്കേ. ചീഞ്ഞ ഇറച്ചി മണത്ത മാൻകുഞ്ഞിന് എന്താണ് സംഭവിച്ചത്? ചീഞ്ഞ ഇറച്ചി മണത്ത മാൻകുഞ്ഞിന് എന്താണ് സംഭവിച്ചത്? എന്താണ് മക്കളെ സംഭവിച്ചത്? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. മാൻകുഞ്ഞിന് ഇളംപുല്ല് പറിച്ചു നൽകിയത് ആരാണ്? മാൻകുഞ്ഞിന് ഇളംപുല്ല് പറിച്ചു നൽകിയത് ആരാണ്? അടുത്ത ക്വസ്റ്റ്യൻ, എന്തെല്ലാം കഴിച്ചാണ് മാൻകുഞ്ഞു വയറു നിറച്ചത്? എന്തെല്ലാം കഴിച്ചാണ് മാൻകുഞ്ഞു വയറ് നിറച്ചത്? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ മക്കളെ. വയറ് നിറഞ്ഞതിന് ശേഷം മാൻകുഞ്ഞ് വീണ്ടും കരഞ്ഞത് എന്തിനായിരുന്നു മക്കളെ?
വയറ് നിറഞ്ഞതിന് ശേഷം മാൻകുഞ്ഞ് വീണ്ടും കരഞ്ഞിട്ടില്ലായിരുന്നോ? എന്തിനായിരുന്നു? അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. സിംഹം കുറുക്കനെ തറപ്പിച്ചു നോക്കാൻ കാരണമെന്ത്? സിംഹം കുറുക്കനെ തറപ്പിച്ചു നോക്കാൻ കാരണമെന്ത്? ഇനി ഇതിൽ ഏതെങ്കിലും ചോദ്യത്തിന് ആൻസർ മക്കൾക്ക് പറയാനായിട്ട് പറ്റിയില്ലെങ്കിൽ തീർച്ചയായിട്ടും മക്കൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ പാഠഭാഗം ഒരിക്കൽ കൂടി വായിച്ചു നോക്കണം. ഓക്കെ മക്കളെ, അതിനുശേഷം ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക കേട്ടോ. അടുത്ത ചോദ്യം നോക്കിക്കേ മക്കളെ. സിംഹരാജന് മാൻകുഞ്ഞിനോട് സ്നേഹം തോന്നിയത് എപ്പോഴാണ്? സിംഹരാജന് മാൻകുഞ്ഞിനോട് സ്നേഹം തോന്നിയത് എപ്പോഴാണ്? അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസൊക്കെ മക്കൾക്ക് ആ ഒരു പാഠഭാഗമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് എഴുതാവുന്നതാണ്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ മക്കളെ? ഇനി അടുത്തൊരു ചോദ്യത്തിലോട്ടുകൂടി നമുക്ക് പോകാം. പ്രവർത്തനം 10.2 വിരൽ ചിത്രങ്ങൾ തയ്യാറാക്കാം, പേര് എഴുതാം. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ അല്ലേ മക്കളെ? അതിലുള്ള കുറച്ച് വിരൽ ചിത്രങ്ങളൊക്കെ എന്ത് ചെയ്യാം മക്കളെ? ഇവിടെ കൂടി എഴുതണം. അത്രയേ ഉള്ളൂ കേട്ടോ, വളരെ ഈസിയാണ്. ഇനി പ്രവർത്തനം 10.3 നമുക്ക് എഴുതാനായിട്ടുള്ളത്. കഥയിലെ മാൻകുഞ്ഞിനെ കുറിച്ച് എഴുതാം, നിറം നൽകാം. അപ്പം നമ്മുടെ മാൻകുഞ്ഞിൻ്റെ ചിത്രം അവിടെ തന്നിട്ടുണ്ട്. ചിത്രത്തിൻ്റെ മക്കൾ നല്ല ക്യൂട്ടായിട്ടുള്ള നിറം നൽകണം. അതോടൊപ്പം തന്നെ നമ്മുടെ മാൻകുഞ്ഞിനെ കുറിച്ചിട്ട് മക്കൾ എഴുതുകയും വേണം. മിസ് അവിടെ ചെറിയൊരു മോഡൽ കൊടുത്തിട്ടുണ്ട്, നോക്കിക്കേ. ഇളം മഞ്ഞ നിറത്തിൽ നനുനനുത്ത രോമങ്ങൾ, ദേഹത്ത് കറുത്ത പൊട്ടുകൾ പോലെ പുള്ളികൾ, സുന്ദരമായി വിടർന്ന കണ്ണുകൾ, കൊമ്പുകൾ മുളച്ചു വരുന്നതേയുള്ളൂ, കാണാൻ നല്ല ചന്തമുള്ളൊരു പുള്ളിമാൻ. അതാണ് മിസ് എഴുതിയിട്ടുള്ളത്. മക്കൾ എന്ത് ചെയ്യുക? നന്നായിട്ട് പുള്ളിമാനും കളറൊക്കെ കൊടുക്കുക. എന്നിട്ട് അതിനനുസരിച്ച് മക്കൾ എഴുതാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ? അപ്പം നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. മക്കൾ എന്ത് ചെയ്യുക? നന്നായിട്ട് മിസ് ഇന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. വായിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ള പാഠഭാഗങ്ങൾ വായിക്കുക. മിസ് ഡിറ്റേഷനുള്ള വേർഡ്സ് നിങ്ങൾക്ക് അയച്ചു തരാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഡിറ്റേഷന് വേണ്ടിയിട്ട് അടുത്ത ദിവസം തയ്യാറായിട്ടിരിക്കുക. എന്നിട്ട് ഡിറ്റേഷൻ എഴുതിയിട്ട് മിസ്സിന് എന്ത് ചെയ്യുക? എത്രത്തോളം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റി എന്നുള്ളത് അയച്ചുകൂടി തരണം കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ്സുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.